ആഫ്രിക്കൻ ടുലിപ് ട്രീ അല്ലെങ്കിൽ ഫൗണ്ടൻ ട്രീ എന്നും സ്പാത്തോഡിയ കമ്പാനുലേറ്റ എന്ന ശാസ്ത്രീയ നാമവുമുള്ള ഈ മരത്തെ മലയാളത്തിൽ സ്കൂട്ടുമരം, ഫൗണ്ടൻ മരം അല്ലെങ്കിൽ പഞ്ചൂട്ട് എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ രുബ്ദ്രു, തമിഴിൽ പാസടി, തെലുങ്കിൽ നീതിബുദ്ധ, ഗോനുഗന്ധ എന്നും അറിയപ്പെടുന്ന ഈ മരം ബിഗ്നോനിയസി കുടുംബത്തിൽപ്പെടുന്നതാണ്. സ്കൂട്ടുമരത്തിന്റെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നൂറ്റി 12 ജിനുസുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 800ഓളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്ന ബിഗ്നോനിയസി എന്ന പൂച്ചെടി കുടുംബത്തിലെ സ്പാത്തോഡിയ എന്ന മോണോടൈപ്പിക് ഇനമാണ് സ്കൂട്ടുമരം. സ്പാത്തോഡിയ ജനുസിൽ ഈ ഒരൊറ്റ സ്പീഷീസ് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഇലപൊഴിയും വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കാണുന്ന ഒരിനമാണിത്. ആഫ്രിക്കൻ ഉഷ്ണമേഖലാ വനത്തിൽ നിന്നും 19-ാം നൂറ്റാണ്ടിലാണ് ഈ സസ്യം ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ന് ഈ വൃക്ഷം ഉഷ്ണമേഖലാ പ്രദേശത്തുടനീളം ഒരു അലങ്കാര വൃക്ഷമായി നട്ടുപിടിപ്പിക്കുന്നു. ഇതിൽ നിന്നുണ്ടാകുന്ന ചുവപ്പ് ഓറഞ്ച് അല്ലെങ്കിൽ കടും ചുവപ്പ്, ചില ചെടികളിൽ അപൂർവമായി മഞ്ഞപ്പൂക്കളും കണ്ടുവരുന്നുണ്ട്. ഈ കാമ്പനുലേറ്റ് പൂക്കൾ വളരെയധികം മനോഹരമാണ്. പുരാതന ഗ്രീക്ക് പദങ്ങളായ സ്പാത്ത്, ഓയിഡ എന്നിവയിൽ നിന്നാണ് ഈ പൊതുനാമം വന്നത്. ആഫ്രിക്കയിലെ ഗോൾഡ് കോസ്റ്റിൽ 1787 യൂറോപ്യന്മാർ ഈ ചെടി ആദ്യമായി തിരിച്ചറിയുന്നത്. അങ്കോള, എത്യോപ്യ, ഘാന, കെനിയ, സുഡാൻ, ടാൻസാനിയ, ഉഗാണ്ട, സാംബിയ എന്നിവിടങ്ങളിലാണ് ഈ സസ്യം പരമ്പരാഗതമായി കണ്ടുവന്നിരുന്നത്. പിന്നീട് അത് ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ബ്രസീൽ, കൊളംബിയ, കോസ്റ്റാറിക്ക, ക്യൂബ, ഫിജി, ഹവായ്, ഇന്ത്യ, ജമൈക്ക, മൗറീഷ്യസ്, മെക്സിക്കോ, പാപ്പുവ ന്യൂഗിനിയ, പ്യൂട്ടോറിക്കോ, ശ്രീലങ്ക, സാൻബാർ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലൊക്കെ വ്യാപിച്ചു. ഹവായ്, ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ്, ഫിജി, പാപ്പുവ ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്കയിലെ ആർദ്ര എന്നിവിടങ്ങളിലൊക്കെ ഈ ചെടി ഒരു അധിനിവേശ സസ്യമായി മാറി. 2002 ലാൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ പ്രഖ്യാപിച്ച ക്ലാസ് 3 കീടങ്ങളുടെ പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തി. അതുകൂടാതെ ഏറ്റവും മോശം ആക്രമണകാരികളായ 100 വൃക്ഷങ്ങളിലൊന്നായി ഇത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഓസ്ട്രേലിയൻ സ്വദേശിയായ ലിപ്പോട്രിച്ചസ് ഫ്ലാവോവിറൈഡിസ് പോലുള്ള തേനീച്ചകൾക്ക് ഇത് വിഷാംശമുള്ളതായി പറയപ്പെടുന്നു. ഈടും ബലവും കുറഞ്ഞ വെള്ള നിറമാണ് ഇതിന്റെ തടിക്ക്. നിലവാരം കുറഞ്ഞ ഫർണിച്ചർ നിർമ്മാണത്തിനും ബോക്സുകൾക്കും ടൂത്ത് പിക്കുകൾക്കും ഒക്കെ ഇതിന്റെ തടി വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ തടി മൃദുവായതിനാൽ ബാർബറ്റ് പോലുള്ള ദ്വാരങ്ങൾ നിർമ്മിക്കുന്ന പക്ഷികൾ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഫിജിയിലെ കുട്ടികൾ ചിലപ്പോൾ ഇതിന്റെ പൂമൊട്ടുകൾ വാട്ടർ പിസ്റ്റളുകളായി ഉപയോഗിക്കുന്നു. കാരണം ഇതിന്റെ പൂമൊട്ടുകൾ ആംബ്യൂൾ ആകൃതിയുള്ളതും ജലം സംഭരിച്ചു വയ്ക്കുന്നതിനാലുമാണ്. 10 മീറ്റർ മുതൽ 35 മീറ്റർ വരെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഉയരത്തിൽ വളവില്ലാതെ ഒറ്റത്തടിയായി വളരുന്ന ചോലമരമായും അലങ്കാര വൃക്ഷമായും നട്ടു വളർത്താവുന്ന ഒരു സസ്യമാണിത്. ഈ മരത്തിന് ചാര തവിട്ട് നിറത്തിലുള്ള പുറംതൊലിയാണുള്ളത്. ഇതിൽ നിന്ന് കാണുന്ന ചില്ലകളിൽ തിളങ്ങുന്ന ഇരുണ്ട പച്ച ഇലകളും അത് ജോഡികളായും വളർന്നു കാണപ്പെടുന്നു. ജനുവരി മുതൽ വേനൽക്കാലം അവസാനിക്കുന്നതുവരെ ഇത് പുഷ്പിക്കുന്നു. ഇതിന്റെ പൂക്കൾ ശാഖാഗ്രത്തിൽ കൂട്ടങ്ങളായി വളരുന്നു. ഈ ചെടിയുടെ പൂമൊട്ടിൽ വെള്ളത്തിന്റെ ശേഖരമുണ്ട്. മുട്ടിൽ അമർത്തിയാൽ അവ പുറത്തേക്ക് വരുന്നു. അതിനാലാണ് ഇവയ്ക്ക് ഫൗണ്ടൻ മരം എന്ന പേര് ലഭിച്ചത്. ഈ ചെടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ് ഇതിലുണ്ടാകുന്ന വലിയ കാഹളത്തിന്റെ ആകൃതിയിലുള്ള പൂക്കൾ. അവ ശാഖയുടെ അറ്റത്ത് കുലകളായി വിരിയുന്നു. ഇതിന്റെ പൂക്കൾ തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, പക്ഷികൾ തുടങ്ങിയ പരാഗണങ്ങളെ ആകർഷിക്കുന്നു. ഈ തുറന്ന പൂക്കൾ കപ്പിന്റെ ആകൃതിയുള്ളതും മഴയും മഞ്ഞും ശേഖരിച്ചു വെക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇവ പലയിനം പക്ഷികളുടെ ആകർഷണമാണ്. ഈ പൂക്കൾ 8 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളമുള്ള ഏകദേശം 5 ദളങ്ങളോട് കൂടിയതാണ്. ഇതിന്റെ പൂങ്കുലയ്ക്ക് ഏകദേശം 6 സെന്റിമീറ്റർ നീളമുണ്ട്. ദ്വിലിംഗത്തോടു കൂടിയ ഇതിന്റെ പൂവിന് മഞ്ഞ നിറത്തിലുള്ള അരികും ഉൾവശവും ഉണ്ട്. കൊറോള ട്യൂബിൽ ഘടിപ്പിച്ചിരിക്കുന്ന 4 കേസരങ്ങളുടെ മധ്യഭാഗത്ത് ഇതിന്റെ പിസ്റ്റിൽ കാണാം. ഈ പുഷ്പത്തിന് മെലിഞ്ഞ അണ്ഡാശയമുണ്ട്. ഇതിന്റെ പൂവിൽ നിന്ന് ധാരാളം വിത്തുകൾ അടങ്ങിയ നീളമേറിയ കായ്കൾ ഉണ്ടാകുന്നു. ഈ വിത്തുകൾ പരന്നതാണ്. മഴക്കാലത്ത് ഈ വിത്തുകൾ മൂപ്പെത്തുന്നു. ഒരു കായ്ക്കുള്ളിൽ 500ഓളം വിത്തുകൾ കാണപ്പെടുന്നു. ഈ വിത്തുകൾക്ക് ചിറകുള്ളതിനാൽ കാറ്റുവഴി ഇത് നന്നായി വിതരണം ചെയ്യുന്നു. ഈ വൃക്ഷം ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ ധാരാളം സൂര്യപ്രകാശത്തിലാണ് വളരുന്നത്. നല്ല നീർവാർച്ചയുള്ള മണ്ണും പതിവായി നനയ്ക്കലും പതിവായി വരണ്ട കാലഘട്ടങ്ങളിൽ ഇതിനാവശ്യമാണ്. വളർച്ചയെത്തിയാൽ വരൾച്ചയെ സഹിക്കാൻ കഴിയുമെങ്കിലും വെള്ളത്തിന്റെ കുറവുണ്ടെങ്കിൽ ഇല പൊഴിയുകയും പൂവിടുന്നത് കുറയുകയും ചെയ്യുന്നു.
ചെറുതായി അസിഡിറ്റി മുതൽ ന്യൂട്രൽ വരെയുള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. ഈ pH ലെവൽ 6 മുതൽ 7 വരെയാണ്. ഈ pH ശ്രേണി വൃക്ഷത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അനുയോജ്യമായ സാഹചര്യം പ്രദാനം ചെയ്യുന്നു. എന്നാലും നന്നായി നീർവാർച്ചയും ഫലഭൂയിഷ്ഠതയുമുള്ള മണ്ണാണെങ്കിൽ pH വ്യതിയാനങ്ങളെ സഹിക്കാൻ കഴിയുന്ന ഒരു വൃക്ഷമാണിത്. സജീവമായ വളർച്ചയ്ക്കും നല്ല രീതിയിൽ പൂവിടുന്നതിനും വളരുന്ന സീസണിൽ സാധാരണയായി വസന്തകാലത്തും വേനൽക്കാലത്തുമാണ് ഈ വൃക്ഷത്തിന് വളം നൽകുന്നത്. പൂവിടുന്ന മരങ്ങൾക്കും കുറ്റിച്ചെടികൾക്കും പ്രത്യേകം രൂപപ്പെടുത്തിയ സമീകൃതവും സാവധാനത്തിലുള്ളതുമായ വളം ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ 10ന്റെ തുല്യ അനുപാതത്തിലുള്ള മിശ്രിതത്തോടൊപ്പം മൈക്രോ ന്യൂട്രിയന്റുകളും ചേർത്ത് ഒരു വളമായി നൽകുക. മരത്തിന് ചുറ്റുമുള്ള 100 ചതുരശ്ര അടി മണ്ണിന് ഏകദേശം 1/2 കിലോഗ്രാം എന്ന തോതിൽ വളം നൽകുക. മരത്തിന്റെ ഡ്രിപ്പ് ലൈനിനുള്ളിൽ മണ്ണിന്റെ ഉപരിതലത്തിൽ വളം തുല്യമായി വിതറുക. മരത്തിന്റെ തണ്ടുകളുമായി വളത്തിന്റെ നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. വളം നൽകിയതിനു ശേഷം മണ്ണിലേക്ക് തുളച്ചു കയറാൻ സഹായിക്കുന്നതിന് പ്രദേശം നന്നായി നനയ്ക്കുക. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെയും മരത്തിന്റെ വളർച്ചാ നിരക്കിനെയും ആശ്രയിച്ച് വർഷത്തിൽ 1-2 തവണ വളം നൽകാം. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. അത് അമിതമായ സസ്യവളർച്ചയ്ക്കും പൂക്കളുടെ കുറവിനും കാരണമാകും. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. മുഞ്ഞ, സ്കെയിൽ പ്രാണികൾ, കാറ്റർ പില്ലറുകൾ, മെലിബഗുകൾ എന്നിവയാണ് ഈ മരത്തെ ബാധിക്കുന്ന കീടങ്ങൾ. റൂട്ട് ചീയൽ, പൂപ്പൽ, ആന്ത്രാക്നോസ്, ലീഫ് സ്പോട്ട് ഇവയാണ് രോഗങ്ങൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്തുകൾ മുളപ്പിച്ചും തണ്ട് വെട്ടി നട്ടുമാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അലങ്കാര മൂല്യത്തിനു പുറമെ ഈ മരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പുറന്തൊലി, ഇല, പൂക്കൾ എന്നിവ പരമ്പരാഗത വൈദ്യത്തിൽ ഔഷധ ഗുണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധ സസ്യമാണിത്. നൈജീരിയയിലും മറ്റു പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമാണ് ഈ ചെടി പരമ്പരാഗതമായി നാടോടി വൈദ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപസ്മാരം, ഹൃദയാഘാതം എന്നിവ നിയന്ത്രിക്കുന്നതിനും വൃക്കരോഗങ്ങൾ, മൂത്രനാളി സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെയും മൃഗങ്ങളുടെ വിഷാംശങ്ങൾക്കെതിരായ മറുമരുന്നായും ഇത് ഉപയോഗിക്കുന്നു. എക്സിമ, ഫംഗസ്, ത്വക്ക് രോഗം, ഹെർപ്പസ്, വയറുവേദന, വയറിളക്കം എന്നിവയ്ക്കെതിരെ ഈ ചെടിയുടെ തണ്ടിന്റെ കഷായവും ഇതിന്റെ ഇലയുടെ കഷായം വേദന, വീക്കം, മലബന്ധം, വയറിളക്കം എന്നിവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. ഈ ചെടി ആന്റി പ്ലാസ്മോഡിയൽ പ്രവർത്തനവും വേദന സംഹാരിയും ആന്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനങ്ങളും പ്രകടിപ്പിക്കുന്നതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു എത്തനോ ബൊട്ടാണിക്കൽ റിപ്പോർട്ടിൽ പനി, മലേറിയ, പ്രമേഹം, പിഗ്മെന്റേഷൻ എന്നിവയുൾപ്പെടെയുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഈ ചെടി ഉപയോഗിക്കുന്നതായി പറയുന്നു. എത്തനോ ബൊട്ടാണിക്കൽ ഉപയോഗങ്ങൾ കാരണം ഈ പ്ലാന്റ് നിരവധി ഫൈറ്റോ കെമിക്കൽ, ഫാർമക്കോളജിക്കൽ പഠനങ്ങൾക്ക് വിധേയമാണ്. ഫ്ലവനോയിഡുകൾ, ഫിനോളിക് ആസിഡുകൾ, ഇറിഡോയിഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെ സാന്നിധ്യം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടികളെ സംബന്ധിച്ച് ആന്റി ഓക്സിഡന്റ് മുതൽ ആന്റി വൈറൽ വരെയുള്ള വൈവിധ്യമാർന്ന ജൈവ ഗുണങ്ങൾ ഇതിൽ കാണിക്കുന്നു. ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, മൈറോ, മഞ്ഞപ്പനി എന്നിവയുൾപ്പെടെ അപകടകരമായ രോഗകാരികളായ വൈറസുകളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഔഷധ ഘടകങ്ങൾ ഇതിന്റെ ഇലയുടെ സത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ പുറംതൊലിയുടെ സത്തിൽ സജീവമായ ഭിന്നസംഖ്യകളും ഉപഘടകങ്ങളും ഹെലിക്കോബാക്ടർ പൈലോറിക്കെതിരെയുള്ള പ്രവർത്തനം കാണിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഈ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളും ഹൈപ്പോഗ്ലൈസമിക് HIV വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉള്ളതായി കണ്ടെത്തി. ഇങ്ങനെ വിവിധ പരമ്പരാഗത വൈദ്യ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഔഷധ ഗുണങ്ങളെ സാധൂകരിക്കുന്ന ശാസ്ത്രീയ പഠനങ്ങൾ പരിമിതമാണ്. കൂടാതെ ഈ മരത്തിന്റെ ചില ഭാഗങ്ങളിൽ വിഷസംയുക്തങ്ങളും അടങ്ങിയിരിക്കാം. അതിനാൽ ഔഷധാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഏതു ഹെർബൽ പ്രതിവിധിയെയും പോലെ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഒരു അലങ്കാര വൃക്ഷമായി ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. തണൽ, സൗന്ദര്യം, വന്യജീവി ആകർഷണം എന്നിവയ്ക്കായി ഇത് പലപ്പോഴും തെരുവുകളിലും പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും നട്ടുപിടിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്.
സ്കൂട്ടുമരത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.